ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ സ്കൂളിൽ വിടുന്ന തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലേന്ന് ഞാൻ പറയും നേരത്തെ കിടന്നുറങ്ങി, രാവിലെ സ്കൂളിൽ പോകണമെന്ന്. എവിടെ കേൾക്കാനാ? സ്കൂളില്ലാത്ത ദിവസം താമസിച്ച് കിടന്നിട്ട് രാവിലെ 11 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. ഇനിയിപ്പോൾ അത് നടക്കത്തില്ലല്ലോ, എഴുന്നേറ്റല്ല പറ്റൂ. 8:20 ആകുമ്പോൾ സ്കൂൾ വണ്ടി വരും. ഗോതമ്പ് ദോശയ്ക്കകത്ത് ശർക്കരയും തേങ്ങയിട്ടാണ് കേട്ടോ രാവിലത്തെ കാപ്പി. ഇന്നലെ പറഞ്ഞായിരുന്നു അത് മതിയെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൾ ഇതല്ല കഴിച്ചത്. ചേച്ചി രാവിലെ ചിക്കൻ കറി തന്നപ്പോഴത്തേക്കും അവൾക്ക് പിന്നെ ദോശയും ചിക്കൻ കറിയും മതിയെന്നായി. പിന്നെ ഞാനീ ഉണ്ടാക്കിയത് വെറും വേസ്റ്റ്. പിന്നെ അവസാനം ഞാൻ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തലേന്ന് കൊതിയോടെ പറഞ്ഞ കാര്യം അമ്മ ഇത് ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞിട്ട് അവൾ ചിക്കൻ കറി കണ്ടപ്പോഴത്തേക്ക് അവൾ സ്വഭാവം മാറി. പിന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാണ് കേട്ടോ. ഇത്രയും ചോറൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനങ്ങ് ഇട്ട് കൊടുക്കും. കൂട്ടുകാരുടെ ഒപ്പമൊക്കെ അങ്ങ് കഴിച്ചോളുമല്ലോ. പിന്നെ മുട്ടത്തോരനും ഉണ്ടാക്കി, അതും വെച്ച്. പിന്നെ ചമ്മന്തി, നെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ ഒരു ടിന്നിനകത്ത് മോര് കറി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ചിക്കൻ കറിയും കൂടെ ഉണ്ട്. ഇതെല്ലാം ആയപ്പോഴത്തേന് ലഞ്ച് തയ്യാറായി കേട്ടോ. പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവച്ച്. അപ്പോഴേക്കും ഒരാൾ അവിടെ പുസ്തകമൊക്കെ അടുക്കി വെക്കാനുണ്ട്. ഞാൻ തലേന്നേ പറയാറുണ്ട് എല്ലാ ടെസ്റ്റും എടുത്തു വെച്ച്. രാവിലെ ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ ആ ഡ്രസ്സ് ഇടുന്നതിൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ അവൾക്ക് ദേഷ്യപ്പെട്ട് നോക്കുന്നത്. പിന്നെ അടുത്തത് അവൾക്ക് കോട്ട് വലുതായെന്നും പറഞ്ഞുകൊണ്ട്. ഉടുപ്പിനൊപ്പം കിടന്ന എന്തിനു കൊള്ളാൻ കോട്ട്, എത്ര പറഞ്ഞാലും അവളോട് കേൾക്കത്തില്ല. അവൾക്ക് താഴെ വരെ നിൽക്കുന്നെന്ന് പോലും. അതിൻ്റെ കൂടെ ചേട്ടച്ചാര് കളിയാക്കുകയും ചെയ്ത് നൈറ്റ് പോലെ ഇരിക്കുവാന്ന്. അതുകൂടെ കേട്ടപ്പോഴത്തേന് അവൾക്ക് അത് നീളം കുറച്ചേ പറ്റൂ. പിന്നെ ഒരുവിധം വൈകിട്ട് നമുക്ക് വരുമ്പോൾ പോയി ശരിയാക്കാമെന്ന് പറഞ്ഞ് തഞ്ചപ്പെടുത്തിയേക്കുവാണ് കേട്ടോ. സ്നേഹിച്ച് പറഞ്ഞാൽ ഇതൊക്കെ നടക്കും, ദേഷിച്ചാൽ പിന്നെ പോയി. അങ്ങനെ മീൻകുട്ടി ഒരുക്കി റെഡിയാക്കി അവൾ വണ്ടി വന്ന് പോകണം കേട്ടോ. ഇന്നത്തെ